പൊന്മുട്ടയിടുന്ന താറാവ് എന്ന ചിത്രത്തിലെ അവസാന രംഗം പറഞ്ഞുകൊണ്ടാണ് ഈ ലക്കം തിരക്കഥ രീതിശാസ്ത്രം ആരംഭിക്കുന്നത്. അതിന് പിന്നിലൊരു രഹസ്യമുണ്ട്. സത്യനന്ദിക്കാട് എന്ന സംവിധായകൻ ഒരു തിരക്കഥാകൃത്ത് കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ഓരോ കഥാപാത്രങ്ങളെയും അദ്ദേഹം സൃഷ്ടിച്ചു കഴിയുമ്പോൾ, അല്ലെങ്കിൽ മറ്റൊരു തിരക്കഥാകൃത്ത് സത്യനന്ദിക്കാടിന് വേണ്ടി ഒരു തിരക്കഥ എഴുതി കൊടുക്കുമ്പോൾ, ആ കഥാപാത്രങ്ങൾ പിന്നീട് സത്യനന്ദിക്കാടിൻ്റെ സ്വന്തമായി മാറുകയാണ് പതിവ്. പൊന്മുട്ടയിടുന്ന താറാവിലെ ആ അവസാന രംഗം നിങ്ങൾക്കെല്ലാം അറിയാം. നാടാകെ കുഴപ്പിക്കുന്ന ഒരുപടി പ്രശ്നങ്ങളുണ്ടാക്കിയ ശേഷം സ്നേഹലത എന്ന ഉർവശി അവതരിപ്പിക്കുന്ന കഥാപാത്രം ഒരു കട്ടിലിരിക്കുകയാണ്. അപ്പോൾ ജയറാം അവതരിപ്പിക്കുന്ന പവിത്രൻ ആ മുറിയിലേക്ക് കടന്നു വരുന്നു. ജയറാം വന്ന് സ്നേഹലതയുടെ ചെവിക്കുറ്റിക്കൊന്നു കൊടുക്കും എന്ന് തന്നെയാണ് ആ രംഗം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രേക്ഷകരെല്ലാം കൺസീവ് ചെയ്യുന്നത്. പക്ഷേ സംഭവിച്ചത് എന്താണ്? ജയറാം എന്ന പവിത്രൻ സ്നേഹലതയോട് പറയുന്നു, ആ ബാഗ് കയ്യിലെടുത്ത ശേഷം വാ നമുക്ക് പോകാം എന്ന് പറയുന്നു. എന്തൊരു ക്ലാസിക് രംഗമാണിത്. എന്തുകൊണ്ടാണ് ജയറാം എന്ന പവിത്രൻ ഉർവശി എന്ന സ്നേഹലതയുടെ ചെവിക്കുറ്റിക്കൊന്നു കൊടുക്കാത്തത്? പ്രേക്ഷകർ മാത്രമല്ല ഈ ചോദ്യം അപ്പോൾ സത്യനന്ദിക്കാടിനോട് ചോദിച്ചത്. സിനിമ കണ്ടിറങ്ങിയ ഓരോ പ്രേക്ഷകനും ആ സംശയം ഈ ചിത്രത്തിൻ്റെ ഈ രംഗത്തെക്കുറിച്ചുണ്ടായിരുന്നു. പക്ഷേ ചിത്രത്തിൻ്റെ ചിത്രീകരണ സമയത്ത് ജയറാം തന്നെ ഇങ്ങനൊരു ചോദ്യം സത്യനന്ദിക്കാടിനോട് ചോദിക്കുകയാണ്, സത്യേട്ടാ ആ ഉർവശിയുടെ ചെവിക്കുറ്റിക്കൊന്ന് കൊടുത്താൽ എന്തെന്ന്? അപ്പോൾ സത്യനന്ദിക്കാട് പറയുന്നൊരു മറുപടിയുണ്ട്, എൻ്റെ ചിത്രത്തിൽ സ്ത്രീകൾ അടിക്കുന്ന ഒരു രംഗം ഞാൻ ഒഴിവാക്കുന്നു. തീർച്ചയായും ജയറാം പറഞ്ഞതാണ് കാര്യം. ഒരടി സ്നേഹലതയ്ക്ക് അപ്പോൾ അത്യാവശ്യമായിരുന്നു. പക്ഷേ എൻ്റെ ചിത്രത്തിൽ സ്ത്രീകളെ അടിച്ചു എന്നൊരു മോശം അഭിപ്രായം എനിക്ക് വരാൻ പാടില്ല. ജയറാമിന് സന്ദേഹമായി. പക്ഷേ സത്യനന്ദിക്കാടിന് ഒരാശങ്കയും ഉണ്ടായിരുന്നില്ല. കാരണം സത്യനന്ദിക്കാടിൻ്റെ ചിത്രങ്ങളെല്ലാം അങ്ങനെയാണ്. സത്യനന്ദിക്കാട് ഒരു സിനിമ സംവിധാനം പ്രേക്ഷകർക്ക് മാത്രമല്ല, അദ്ദേഹത്തിന് കൂടി വേണ്ടിയാണ്. അദ്ദേഹത്തെ പ്രതിദാനം ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് കൂടിയാണ്. അതായത് നിങ്ങൾക്ക് 100% ഗ്യാരൻറ്റിയോടുകൂടി ഒരു സത്യനന്ദിക്കാട് ചിത്രം കാണാം. അതിൽ ആ സിനിമയിൽ മദ്യപിക്കുന്ന രംഗങ്ങളുണ്ടാവില്ല, ആളുകളെ കുത്തിക്കൊല്ലുന്ന രംഗങ്ങളുണ്ടാകില്ല, ആളുകളെ ആക്രമിക്കുന്ന രംഗങ്ങളുണ്ടാകില്ല. ഒരിക്കൽ മോഹൻലാൽ സത്യനന്ദിക്കാടിനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ചേട്ടാ ഈ ചിത്രത്തിൽ ഒരു ബസ്സിൽ കയറി ആക്രമിക്കുന്ന രംഗം ഉണ്ടാവാത്തതെന്ന്. അപ്പോഴും സത്യനന്ദിക്കാട് പറഞ്ഞ മറുപടി ഇതാണ്, എൻ്റെ സിനിമയിൽ അത് വേണ്ട എന്ന്. മലയാളത്തിലെ എല്ലാ തിരക്കഥാകൃത്തുക്കൾക്കും എല്ലാ സംവിധായകർക്കും സത്യനന്ദിക്കാട് നൽകുന്ന പാഠം ഇതാണ്. തിരക്കഥ ശാസ്ത്രത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. പൊന്മുട്ടയിടുന്ന താറാവിലെ ദുബായിക്കാരൻ പവിത്രൻ എന്ന കഥാപാത്രത്തെയാണ് ജയറാം അവതരിപ്പിച്ചത്. നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ പത്മരാജൻ്റെ അപരൻ എന്ന സിനിമയുടെ സമ്മാനമാണ് ജയറാം എന്ന നടൻ. പൊന്മുട്ടയിടുന്ന താറാവിൽ ക്ഷണം ലഭിച്ചപ്പോൾ തന്നെ ഗുരുവായൂരിനടുത്തായിരുന്നു ഷൂട്ടിംഗ്. ഗുരുവായൂരപ്പനെ തൊഴുത ശേഷം തനിക്ക് ചിത്രീകരണമില്ലെങ്കിലും ജയറാം സത്യനന്ദിക്കാടിൻ്റെ ലൊക്കേഷനിലേക്ക് ചെന്നു. സത്യനന്ദിക്കാട് അപ്പോൾ സംവിധാന ചുമതലയിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചുമരിൽ ജയറാം ഒന്ന് കൈവച്ചു. അപ്പോൾ തിരിഞ്ഞു നോക്കിയപ്പോൾ താൻ ജയറാമാണെന്നും അപരനിൽ അഭിനയിച്ച നടനാണെന്നും പറഞ്ഞു. ജയറാമിനെ വിളിച്ചടുത്തിരുത്തി വളരെ സ്നേഹത്തോടു കൂടി സത്യനന്ദിക്കാട് സംസാരിക്കുകയാണ്. ജയറാമിന് അപ്പോഴെല്ലാം സത്യനന്ദിക്കാട് ഒരു ഹീറോ ആയിരുന്നു. സത്യനന്ദിക്കാട് ജയറാമിന് മാത്രമല്ല, നമ്മുടെ നാട്ടിൽ ശരാശരി ചിന്തിക്കുന്ന എല്ലാ ചെറുപ്പക്കാരുടെയും ഹീറോ ആയിരുന്നു അക്കാലത്ത് സത്യനന്ദിക്കാട്. അന്തിക്കാട്ടത്തെ കഥാപാത്രങ്ങൾ വളരെ ചെറിയ വളരെ സാധാരണമായ പരിസരങ്ങളിലൂടെ ജീവിച്ചു വളർന്ന കഥാപാത്രങ്ങൾ. ഓരോ മനുഷ്യൻ്റെയും മോഹമായിരുന്നു അത്തരം കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുക എന്നത്. സമൂഹത്തിന് മാതൃകാപരമായ, സമൂഹത്തോട് ഉത്തരവാദിത്വം പുലർത്തുന്ന ഒരു പിടി കഥാപാത്രങ്ങളെയാണ് സത്യനന്ദിക്കാട് മലയാള സിനിമയ്ക്ക് സമ്മാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ജയറാമിൻ്റെ ഏറ്റവും വലിയ മോഹമായിരുന്നു സത്യനന്ദിക്കാടിൻ്റെ സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളത്. പൊന്മുട്ടയിടുന്ന താറാവിലെ പവിത്രന് ശേഷം മഴവിൽ കാവടിയിലെ വേലായുധൻകുട്ടി. എത്ര രസകരമായാണ് വേലായുധൻകുട്ടിയെ ജയറാം അവതരിപ്പിച്ചത്. അക്കാലത്ത് ഇന്ന് കാണുന്ന ഒരു സിനിമയായിരുന്നില്ല അക്കാലത്തെ സിനിമ ലൊക്കേഷനുകൾ. ഒരു വല്ലാത്ത കാലമായിരുന്നു. ഒരുപാട് വാഹനങ്ങളുണ്ടായിരുന്നില്ല. ഒരു ദിവസം രാവിലെ ലൊക്കേഷനിലേക്ക് പോകാൻ ഒരു കൂട്ടം ആൾക്കാരുണ്ടെങ്കിൽ ഒരു വണ്ടിയിൽ കയറും, അല്ലെങ്കിൽ 2 വണ്ടിയിൽ കയറും. അവരൊരുമിച്ച് ലൊക്കേഷനിലേക്ക് പോകുന്ന ഒരു യാത്ര തന്നെ ഏതാണ്ട് പിക്നിക്ക് പോലെയായിരുന്നു. ആ യാത്രക്കിടയിൽ ഒരുപാട് കഥകൾ പിറന്നു, ഒരുപാട് തിരക്കഥകൾ പിറന്നു.
ഒരുപാട് പേർ ഒരുപാട് തമാശകൾ പറഞ്ഞു, ഒരുപാട് സന്ദർഭങ്ങൾ പിറന്നു. അതിൽ നിന്ന് പിറന്ന പല സിനിമകളും പിൽക്കാലത്ത് മലയാളത്തിൽ സിനിമയായിട്ടുണ്ട്. എന്നിട്ട് എന്താണ് സംഭവിക്കുന്നത്? ഷൂട്ടിംഗ് ഇല്ലെങ്കിലും ചിലപ്പോൾ ചില നടന്മാർക്ക് വൈകിട്ടായിരിക്കും ഷൂട്ടിംഗ്, പക്ഷേ രാവിലെ തന്നെ അവർ ലൊക്കേഷനിൽ എത്തിച്ചേരും. അക്കാലത്ത് എന്തായിരുന്നു കാരവാൻ എന്ന് പറയുന്നത്? അക്കാലത്തെ ലൊക്കേഷനിലെ മരത്തണലായിരുന്നു. അവിടെ കുറേയധികം കസേരകൾ നിരത്തിയിട്ട് സംവിധായകനും തിരക്കഥാകൃത്തും ക്യാമറാമാനും നടന്മാരും എല്ലാം ഒരുമിച്ചിരുന്ന് വർത്തമാനം പറയും. ആ വർത്തമാനത്തിൽ നിന്നിടയ്ക്ക് ഒരുപാട് കഥകൾ പിറക്കും. ഇങ്ങനെ യാത്രകളിലൂടെ പിറന്ന ഒരുപാട് കഥകളുണ്ട്. അത് പിൽക്കാലത്ത് മലയാള സിനിമയിൽ ചിരപ്രതിഷ്ഠ നേടിയിട്ടുണ്ട്. ഒരിക്കൽ ലോഹിതദാസ് പറഞ്ഞു, താൻ കഥകൾ കണ്ടെത്തുന്നത് തൻ്റെ യാത്രകളിൽ നിന്നാണെന്ന്. ഇന്നത്തതുപോലെ കാരവാനിനുള്ളിൽ അടച്ചിരിക്കുകയല്ല അക്കാലത്ത് നടീനടന്മാരും സംവിധായകരും ഒക്കെ ചെയ്തിരുന്നത്. അവർ പരസ്യമായി ആൾക്കാർക്കിടയിലേക്ക് ഇറങ്ങി നടക്കും. അവർക്കാരെയും ഭയമുണ്ടായിരുന്നില്ല. ആ യാത്രക്കിടയിൽ അവർ കണ്ണുകൾ തുറന്നു വയ്ക്കും. ആ തുറന്നു വെച്ച കണ്ണുകൾക്ക് മുമ്പിൽ കഥാപാത്രങ്ങൾ വന്നു നിൽക്കും. അതെല്ലാം പിൽക്കാലത്ത് കഥാപാത്രങ്ങളും സിനിമകളുമായി മാറും. നമ്മുടെ ശ്രീനിവാസനും ലോഹിതദാസുമൊക്കെ മലയാളത്തിന് ഒരിക്കലും വിസ്മരിക്കാൻ കഴിയാത്ത ഒരു പിടി കഥാപാത്രങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ അവരതെല്ലാം കണ്ടെത്തിയത് നമ്മുടെ നാട്ടുവരമ്പുകളിൽ നിന്ന് മാത്രമാണ്. വീണ്ടും ചില വീട്ടുകാര്യങ്ങളുടെ ഷൂട്ടിംഗ് നടക്കുന്ന സമയം പാലക്കാടാണ് ചിത്രീകരണം. പാലക്കാട് അക്കാലത്ത് പൂരങ്ങളുടെ സമയമായിരുന്നു. പാലക്കാടൻ മണ്ണിൽ പൂരങ്ങളുടെ മണം. ജയറാമിനും ലോഹിതദാസിനുമാകട്ടെ രാത്രികാലങ്ങളിൽ പൂരം കാണാൻ പോകണമെന്ന അതിയായ മോഹം. പക്ഷേ പിറ്റേന്ന് രാവിലെ 6 മണിക്ക് സത്യനന്ദിക്കാടിൻ്റെ മുമ്പിൽ ഫോളിനാവണം. ഇല്ലെങ്കിൽ സത്യനന്ദിക്കാടിൻ്റെ വായിലിരിക്കുന്ന ശകാരങ്ങളൊക്കെ കേൾക്കേണ്ടി വരും. അക്കാരണത്താൽ ലോഹിതദാസും ജയറാമും അവരുടെ മോഹം മനസ്സിനുള്ളിലേക്ക് അടക്കിപ്പിടിച്ച് അങ്ങനെ രാത്രി ഉറങ്ങാതെ കഴിച്ചു കൂട്ടും. 1-2 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. രാത്രികാലങ്ങളിൽ സത്യനന്ദിക്കാട് ഉറങ്ങിയെന്നും ഉറപ്പാക്കിയ ശേഷം അദ്ദേഹത്തിൻ്റെ മുറി കുറ്റിയിട്ട ശേഷം ജയറാമും ലോഹിതദാസും കൂടി രാത്രി നിലാവത്തിലൂടെ പുറത്തേക്കിറങ്ങും. അങ്ങ് ദൂരെ ആനകളുടെ മുഴക്കം കേൾക്കാം, മേളത്തിൻ്റെ പെരുക്കം കേൾക്കാം. ഇത് കേട്ടുകൊണ്ടാണ് യാത്ര. ലോഹിതദാസും ജയറാമും തലയിലൊരു കെട്ട് കെട്ടിയിട്ടുണ്ട്. കാരണം അവരെ ആരും തിരിച്ചറിയരുത്. കാരണം ജയറാം ഇതിനിടയിൽ സിനിമയിൽ ഒരുപാട് സിനിമകളിൽ വന്ന് പ്രശസ്തനായി കഴിഞ്ഞു. ലോഹിതദാസിനെയും എല്ലാവർക്കും അറിയാം, പ്രത്യേകിച്ച് പാലക്കാടുകാർക്ക്. ലോഹിതദാസിന് ഒറ്റപ്പാലത്തെ വീടുണ്ട്. പാലക്കാടിൻ്റെ മണ്ണ് അദ്ദേഹത്തിന് സുപരിചിതമാണ്. അങ്ങനെ അവർ രാത്രി മഞ്ഞിലൂടെ യാത്ര തുടരും. എവിടെയോ ഒരു പൂരപ്പറമ്പിലെത്തും. ഒരുപാട് പൂരങ്ങൾ നടക്കുകയാണല്ലോ, അതിലേതെങ്കിലും ഒരു പൂരത്തിൻ്റെ നടുക്കായിരിക്കും അവർ എത്തിച്ചേരുക. നിലാവ് കണ്ട് പൂരം കണ്ട് അവരങ്ങനെ മനസ്സുകൊണ്ട് വികസ്വരമായി മനസ്സുകൊണ്ട് വല്ലാതെ സന്തോഷിക്കും. വെളുക്കാറാവുമ്പോൾ വീട്ടിലേക്ക് തിരിച്ചു വരും. സത്യനന്ദിക്കാടിൻ്റെ മുറിയിലേക്കൊന്ന് പാടി നോക്കും. അദ്ദേഹം ഉറക്കം തന്നെയാണ്, സമാധാനമായി. ജയറാം ഉറങ്ങിയതായി നടിക്കാൻ വേണ്ടി കട്ടിലേക്ക് കയറി കിടക്കും. ലോഹിതദാസിന് ഉറക്കമുണ്ടാവില്ല. കാരണം ആ കണ്ട പൂരങ്ങളുടെ പൂരം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പെരുമ്പറ കൂട്ടുകയായിരിക്കും. അപ്പോൾ രാവിലെ കുളിച്ച് തയ്യാറായി ജയറാം ലൊക്കേഷനിലേക്ക് ചെല്ലും. അപ്പോൾ സത്യനന്ദിക്കാട് ചോദിക്കും, തിരക്കഥാകൃത്ത് എവിടെ, ലോഹിതദാസ് എവിടെ എന്ന്. ജയറാം പറയും, ലോഹിതദാസ് കിടക്കാൻ അല്പം താമസിച്ചു പോയി, അതാണ് രാത്രി എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന്. എഴുത്തെല്ലാം പൂരപ്പറമ്പിലായിരുന്നു എന്ന് പാവം സത്യനന്ദിക്കാടിന് അറിയുമോ? എന്തിനായി രാത്രി എഴുതുന്നത്? നമ്മുടെ സ്ക്രിപ്റ്റൊക്കെ തീർന്നില്ലേ, അടുത്ത പടത്തിൻ്റെ കാര്യമാണോ എന്ന് സത്യനന്ദിക്കാട് ജയറാമിനോട് കൗതുകത്തോടെ ചോദിക്കും. അപ്പോൾ ജയറാം പറയും, എന്താണെന്നറിയത്തില്ല, എന്തൊക്കെയോ എഴുതുകയായിരുന്നു രാത്രി എന്ന്. പക്ഷേ ഒരു ദിവസം ആ കള്ളം പിടിച്ചു. പാലക്കാട് ജില്ലയിലെ ഏതോ ഒരു എഡിഷനിലെ ഒരു ലോക്കൽ പേജിൽ ഒരു വാർത്ത വന്നു. ആ വാർത്തയ്ക്കകത്തുണ്ടായിരുന്നതാണ് രാത്രി പൂരപ്പറമ്പിലേക്ക് ജയറാമും ലോഹിതദാസും ഒളിച്ചു വന്നുവെന്ന്. സത്യനന്ദിക്കാട് നിർഭാഗ്യവശാൽ ഈ വാർത്ത വായിക്കാനിടയെ അതോടെ കള്ളമെല്ലാം പൊളിഞ്ഞു. സത്യനന്ദിക്കാട് വല്ലാതെ ലോഹിതദാസിനെയും ജയറാമിനെയും വഴക്ക് പറഞ്ഞു. നിങ്ങൾക്ക് എന്തിൻ്റെ കേടാണ്? ചുമ്മാതല്ല നിങ്ങൾക്ക് പനി വന്നത്, രാത്രി മുഴുവൻ ഉറക്കമഴിഞ്ഞ് മഞ്ഞുകൊണ്ട് നടക്കുക, എന്തിൻ്റെ കേടാണ് ദൈവമേ എന്ന് പറഞ്ഞ് ഏതാണ്ട് 3-4 മണിക്കൂർ സത്യനന്ദിക്കാട് ജയറാമിനോടും ലോഹിതദാസിനോടും പിണങ്ങിയിരുന്ന സന്ദർഭം വരെ ഉണ്ടായി. എന്നാലും ലോഹിതദാസും ജയറാമും യാത്ര മുടക്കിയില്ല. വീണ്ടും ചില കാര്യങ്ങളുടെ ഷൂട്ടിംഗ് തീരുന്ന ദിവസം വരെ, അതിന് തലേനാൾ വരെ അവർ പൂരപ്പറമ്പുകളിലേക്ക് യാത്ര തുറന്നു. മറ്റതിനുമായിരുന്നില്ല, അവിടെ നിന്നും കഥാപാത്രങ്ങളെ കണ്ടെത്തുകയായിരുന്നു ലോഹിതദാസ്. പൂരപ്പറമ്പിലൂടെ നടക്കുമ്പോൾ കണ്ണ് തുറന്നാണ് ഇരുവരും ആളുകളെ നോക്കിയിരുന്നത്. ആളുകൾക്ക് അവരെ മനസ്സിലായില്ല. പക്ഷേ
ഓരോ മനുഷ്യരിലും ഓരോ കഥാപാത്രങ്ങൾ അന്വേഷിക്കുകയായിരുന്നു ലോഹിതദാസ്. ഇത് തന്നെയായിരുന്നു പിൽക്കാലത്ത് പിന്നീട് നാം കണ്ട ലോഹിതദാസ് സത്യനന്ദിക്കാട് ചിത്രങ്ങളിലെ പല കഥാപാത്രങ്ങളും. സത്യനന്ദിക്കാടും ജയറാമും തമ്മിൽ മനസ്സുകൾ തമ്മിൽ ഒരു വേവ് ലെങ്തുണ്ട്. അതായത് രണ്ടുപേരും തികച്ചും ഗ്രാമീണമായ മനസ്സ് സൂക്ഷിക്കുന്നവരാണ്. രണ്ടുപേരും തനി നാടന്മാരാണ്. ഇത് തന്നെയാണ് കാരണം. ലോഹിതദാസും അതേപോലെ തന്നെ. ജയറാം സത്യനന്ദിക്കാട് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ സിനിമകൾ ഞാൻ ആളുകൾക്ക് മുമ്പിൽ സമർപ്പിക്കുമ്പോൾ അതെൻ്റെ ഒരു സമർപ്പണമാണ്. എൻ്റെ സിനിമകൾ കാണാൻ കേരളത്തിലെ ഒരു കുടുംബത്തിനും ഒരു ആശങ്കയും ഉണ്ടാവരുത്. എൻ്റെ സിനിമകൾ എൻ്റെ ഗ്യാരണ്ടിയായിരുന്നെന്ന്. ഈ ഗ്യാരണ്ടിയെല്ലാം എവിടെ നിന്നാണ് വന്നത്? നമ്മുടെ മണ്ണിൽ നിന്ന്, സത്യനന്ദിക്കാടിൻ്റെ അന്തിക്കാടൻ ഗ്രാമത്തിൻ്റെ മണ്ണിൽ നിന്നാണ് ആ ഗ്യാരണ്ടിയെല്ലാം നമുക്ക് കിട്ടിയത്. ജയറാമിന് ഈ പഴയ കഥകൾ പറയുമ്പോൾ സന്തോഷമാണ്. ഇന്ന് ലോഹിതദാസ് നമ്മോടൊപ്പമില്ല. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ നമുക്ക് പ്രണാമങ്ങൾ അർപ്പിക്കാം. മണ്ണിൽ നിന്ന് പൊന്നു വിളയിക്കുന്ന കർഷകൻ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇവിടെ മണ്ണിൽ നിന്ന് അക്ഷരം വിളയിക്കുന്നയാളാണ് സത്യനന്ദിക്കാട്. ആ അക്ഷരങ്ങൾക്ക് കൂട്ടുപോയിട്ടുള്ള ആളാണ് ലോഹിതദാസും ജയറാമും. തിരക്കഥ രീതിശാസ്ത്രത്തിൻ്റെ എപ്പിസോഡ് കണ്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി. അടുത്ത ലക്കം കാണുന്നതുവരെ നമസ്കാരം.